ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഹിന്ദിയുടെ നമ്മുടെ സെക്കൻഡ് ടേമിൽ എക്സാമിനേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഹാഫ് ഇയർലി എക്സാം, നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മുടെ എക്സാം ആവാൻ പോവാണ്, നമ്മുടെ ഹിന്ദി എക്സാം ആവാൻ പോവാണ് അല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. എക്സാമിന് ആവശ്യമുള്ള പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മളെല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. നമ്മുടെ ഹിന്ദി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ്സുകളെല്ലാം കണ്ട് നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം എക്സാമിന് പോവുക കേട്ടോ. നന്നായി എല്ലാവരും നന്നായി തന്നെ എക്സാം ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കി എഴുതുക. അപ്പോൾ നമ്മളിവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ആൻസർ ചെയ്ത് നോക്കുക. നമ്മൾ ഒരുപാട് എക്സാമിന് ഒരുപാട് ഹെൽപ്പ് ആവും വരാൻ, നമുക്ക് വരാൻ പോകുന്ന എക്സാമിന് ഒരുപാട് സഹായമാവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇടയ്ക്കും ചെക്ക് ചെയ്ത് നോക്കാം. 2 മണിക്കൂർ എക്സാമാണ്. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി, നമ്മുടെ ഫസ്റ്റ് പ്രവർത്തനം എന്ന് പറയുന്നത് കമ്പൽസറി നിർബന്ധമായും എഴുതേണ്ടതാണ്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും 4 പ്രവർത്തനങ്ങൾ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ എല്ലാം എഴുതാൻ നോക്കുക കേട്ടോ. അപ്പം നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഗതിവിധി 1. ഒന്നാമത്തെ ഗതിവിധി, ഇവിടെ ഒരു ചെറിയൊരു എന്ത് തന്നിട്ടുണ്ട്, അതെ ചെറിയൊരു പാരഗ്രാഫ്, ചെറിയൊരു കഥ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് വായിച്ചു നോക്കിയിട്ടാണ് ഈ കാണുന്ന 5 ചോദ്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഉത്തരം എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചെറിയൊരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. पेड़ पर एक गिलहरी रहती थी. उसने एक दिन एक बंदर को देखा. बंदर पेड़ के नीचे बाल से गेल रहा था. गिलहरी भी उसके साथ गेलने लगी. दोनों गेलते गेलते तालाब के पास पहुंचे. बाल तालाब में गिरी. दोनों उदास हो गए. എന്താ ഇവിടെ പറയുന്നത്, അതെ പേഡ് പർ ഏക് ഗിൽഹരി രഹ്തി തി. ആരാണ് ഗിൽഹരി? നമ്മൾ പാഠത്തിൽ പഠിച്ചിരുന്നു അല്ലേ, ഗിൽഹരിനെ പഠിച്ചില്ലേ. ആരാ ഗിൽഹരി എന്ന് പറയണത്? അതെ അണ്ണാൻ അല്ലേ. അപ്പൊ മരത്തിൽ ആരുണ്ട്? പേഡ് പർ ഏക് ഗിൽഹരി രഹ്തി തി, മരത്തിൽ ഒരു അണ്ണാനുണ്ട്. ഉസ്നെ ഏക് ദിൻ ഏക് ബന്ദർ കോ ദേഖ. അത് ആ അണ്ണാൻ ഒരു ദിവസം ആരെ കണ്ടു? ബന്ദറിനെ കണ്ടു. ആരെ ബന്ദർ എന്ന് വെച്ചാൽ മങ്കി, കുരങ്ങൻ അല്ലേ, കുരങ്ങനെ കണ്ടു. ബന്ദർ പേഡ് കെ നീച്ചെ ബാൽ സെ ഗേൽ രഹാത്ത. മങ്കി ബന്ദർ എന്ത് ചെയ്യായിരുന്നു? പേഡ് കെ നീച്ചെ, മരത്തിന്റെ അടിയിൽ ബോൾ കൊണ്ട് കളിക്കുകയായിരുന്നു. ഗിൽഹരി ബി ഉസ്കെ സാത്ത് ഗേൽനെ ലഗി. അങ്ങനെ ഗിൽഹരിയും നമ്മുടെ ബന്ദറിന്റെ കൂടെ കളിക്കാൻ വേണ്ടി പോയി. ദോനോ ഗേൽത്തെ ഗേൽത്തെ താലബ് കെ പാസ് പहुंचे. അങ്ങനെ അവർ കളിച്ച് എവിടെ എത്തി? താലബ് എന്ന് വെച്ചാൽ കുളം, കുളത്തിന്റെ അടുത്തെത്തി. ബാൽ താലബ് മേ ഗിരി. ഗിരി വെച്ചെന്താ? വീണു അല്ലെ, ബോള് കുളത്തിൽ വീണു. ദോനു ഉദാസ് ഹോ ഗയ. അവർക്ക് രണ്ടാൾക്കും എന്തായി? അതെ ബോള് കുളത്തിൽ വീണാൽ ഹാപ്പി ആവോ? ഇല്ല അല്ലെ, അവർക്ക് ഭയങ്കര വിഷമമായി, സങ്കടമായി. ഇതാണ് നമ്മുടെ ഈ കാണുന്ന പാരഗ്രാഫിലുള്ളത്. അതില് ഫസ്റ്റ് ചോദ്യം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്താ? പേഡ് പർ കോൻ രഹ്തി തി. മരത്തിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? അതെ ആരായിരുന്നു? മോർനി, ദോത്തി, ബില്ലി, ഗിൽഹരി അല്ലേ. രണ്ടാമത്തെ ഏക് ദിൻ ഗിൽഹരിനെ കിസ്കോ ദേഖ. ഒരു ദിവസം ഗിൽഹരി ആരെയാണ് കണ്ടത്? ബാലു അല്ലെ. ബാലുവിനെയാണോ ബന്ദറിനെയാണോ അതോ ഷേറിനെയാണോ ഖർഗോഷാണോ? ആരെ കണ്ടത്? ബന്ദർ. അടുത്ത ചോദ്യം, ബന്ദർ കിസ്സെ ഗേൽ ഹാത്ത. ബന്ദർ എന്ത് ഉപയോഗിച്ച കളിച്ചോണ്ടിരുന്നത്? ടോപ്പി സെ, കലം സെ, കിതാബ് സെ, ബോൾ സെ. ഏതാ ഉത്തരം? ബോൾ സെ. അടുത്തത് സഹി പ്രസ്താവ് ചൂൻകർ ലെഗെ. ഇവിടെ തന്നിട്ടുള്ള സെന്റൻസിൽ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ളത് അതാണ് എഴുതേണ്ടത്, അതാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഒന്നാമത്തെ ഗിൽഹരി ഓർ ബന്ദർ താലബ് കെ പാസ് പहुंचे. ഗിൽഹരിയും ബന്ദറും കുളത്തിന്റെ അടുത്ത് പോയി. അടുത്തത് ഗിൽഹരി ഓർ ബന്ദർ സടക് കെ പാസ് പहुंचे. ഗിൽഹരി ഓർ ബന്ദർ ബഗീചെ കെ പാസ് പहुंचे. ഗിൽഹരി ഓർ ബന്ദർ ഗർ കെ പാസ് പहुंचे. ഫസ്റ്റ് തന്നെ ആൻസർ ഉണ്ട് അല്ലേ. ഗിൽഹരി ഓർ ബന്ദർ താലബ് കെ പാസ് പहुंचे, കുളത്തിന്റെ അടുത്തോട്ടല്ലേ പോയത്. അടുത്തത് ബോൾ കഹാ ഗിരി. ബോൾ എവിടെ വീണു? നദി മേ, താലബ് മേ, ടോക്കറി മേ, സാഗർ മേ. എവിടെയാണ്? താലബ് മേ. അപ്പൊ ഇതെല്ലാം തന്നെ ഈ കാണുന്ന പാരഗ്രാഫിൽ ഉള്ളതാണ് അല്ലേ. ഇപ്പൊ വൃത്തിയായിട്ട് വായിച്ചു നോക്കി നമുക്ക് ആൻസർ കിട്ടും. ഇതിലൊന്നും സംശയമൊന്നും ഇല്ലല്ലോ, എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അടുത്ത നമുക്ക് ഗതിവിധി 2 നോക്കാം. എന്താണ് പറയണത്? പേഡ് കാ ജാദു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. പേഡ് കാ ജാദു പാഠം പഠിച്ചിട്ടില്ലേ? അവിടെ നിന്നുള്ള ഒരു സെന്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. പേഡ് പർ ദേഖോ ചിടിയ ബൈठी ഹേ. ചിടിയോ കോ मैंने नहीं पाला.
पेड़ के होने से वे आ गई. അപ്പോൾ ഇവിടെ നമ്മുടെ പേഡ് കാ ജാദു എന്നുള്ള പാഠത്തിലെ ഒരു വരിയാണ് തന്നിരിക്കുന്നത്. ഇത് വായിച്ചിട്ടാണ് ഈ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത് കേട്ടോ. ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്. എന്താ ഇവിടെ പറയുന്നത്? പേഡ് പർ മരത്തിൽ നോക്കൂ, ചിടിയാ ബൈത്തി ഹെ, കിളി ഇരിക്കണു അല്ലെ. കിളിയെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, വളർത്തുന്നില്ല, ഞാൻ പരിപാലിക്കുന്നില്ല. ആ കിളിയാണ് എന്ത് ചെയ്യുന്നത്, എന്റെ മരത്തിലോട്ട് വന്നത് എന്ന് പറയുകയാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് ചോദ്യം? എന്താണ്? पेड़ के होने से वे आ गई. कौन आ गई? മരത്തിലോട്ട് ആര് വന്ന കാര്യം പറയണത്? അല്ലെ, തിത്തിലിയാം, ബില്ലിയാം, മച്ഛലിയാം, പിന്നെയോ ചിടിയാം. ആരാ? പക്ഷികൾ. അതായത് തിത്തിലിയാം ആരാ? പൂമ്പാറ്റകളാണോ? മച്ഛലിയാം മീനുകളാണോ? ബില്ലിയാം പൂച്ചകളാണോ? അതോ ചിടിയാം പക്ഷികളാണോ? പക്ഷികൾ അല്ലേ. അടുത്ത ചോദ്യം, पेड़ लगाए हरियाली फैलाए, संदेश छोड़कर പ്രകൃതി സംരക്ഷൺ പർ ഏക് പോസ്റ്റർ തയ്യാർ കരെ. അതായത് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ആണ് ഇവിടെ. സന്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു പോസ്റ്റർ, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ആണ് കേട്ടോ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ പോസ്റ്റർ രൂപത്തിൽ കൊടുത്തിട്ടില്ല, പകരം നിങ്ങൾക്ക് പോസ്റ്ററിൽ എഴുതാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് പോസ്റ്റർ ആണ് എഴുതേണ്ടത്. അപ്പൊ ചിത്രമൊക്കെ വരച്ചിട്ട് എഴുതാൻ നോക്കുക കേട്ടോ. മാക്സിമം നമ്മൾ ചിത്രമൊക്കെ വരച്ച് കുറച്ച് ഡെക്കറേറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല നീറ്റ് ആയിട്ട് ഉണ്ടാവും പോസ്റ്റർ ആയതുകൊണ്ട്. അടുത്ത ചോദ്യം ഗതിവിധി 3 ആണ്. എന്താ ചെയ്യേണ്ടത്? ചിത്രം നോക്കിയിട്ട് നമ്പർ നമ്മൾ സംഖ്യകൾ പഠിച്ചിരുന്നു അല്ലെ, ആ സംഖ്യകളാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അത് എണ്ണി നോക്കിയിട്ട് ഇവിടെ നോക്കൂ, എത്ര പൂമ്പാറ്റകളുണ്ട്, എത്ര തിത്തിലിയാമുണ്ട്? 1 2 3 4 അല്ലെ. 1 2 3 4 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 4 തിത്തിലിയാം. അടുത്തത് എന്താ? പൂക്കൾ അല്ലെ. അപ്പൊ ഫൂൽ. അപ്പൊ എത്ര ഫൂൽ ഉണ്ട്? 1 2 3 4 5 6 7 8 9 9 ഉണ്ട് അല്ലെ. അടുത്തത് മരങ്ങളെ, പേഡ് എത്ര ഉണ്ട്? 1 2 3 4 5 6. അടുത്തത് എത്ര ആം ഉണ്ട്? ആം എന്ന് വെച്ചാൽ മാംഗോ, മാങ്ങ. 1 2 3 4 5 6 7 ആം. അടുത്തതോ ഗിൽഹരി അല്ലെ, ഗിൽഹരിയാം ഉണ്ട്, കാരണം ഒന്നിൽ കൂടുതലാണ്. ഗിൽഹരിയാം എത്ര ഉണ്ട്? 1 2. അടുത്തത് ഫിഷ്, മീനാണ് അല്ലെ, എത്ര ഉണ്ട്? 1 മച്ചലി. അപ്പൊ മച്ചലിയാം എന്ന് പറയോ? ഇല്ലല്ലോ, ഒന്നേ ഉള്ളൂ. അപ്പൊ 1 മച്ചലി. അടുത്ത ചോദ്യം, നെക്സ്റ്റ് നമ്മൾ വായിക്കേണ്ടത് ഏതാണ്? നമ്മുടെ വർഷ എന്നുള്ള നമ്മുടെ കവിത ഉണ്ടായിരുന്നല്ലോ അല്ലെ, നമുക്കൊരു പാഠമുണ്ട്. വർഷായി കവിത കിയെ പന്തിയോം പടെ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖെ. ഇത് വായിച്ച് നമ്മുടെ വർഷായി എന്നുള്ള കവിതയിലെ വരികളാണ്. ഇത് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മേഡക് ഠർ ഠർ താൽ ലഗാത്തെ, चिंकुर छन छन छांच बचाते, पपिया पी पी गीत सुनाता, मोर मगन हो नाच दिखाता. कविता से दुखांत शब्दावली 2 पंक्तियां चुनकर लिए. ദുഃഖാന്ത് ശബ്ദാവലി വെച്ച് എന്താ? റൈമിംഗ് വേർഡ്സ്. മനസ്സിലായല്ലോ. റൈമിംഗ് വേർഡ്സ് നമ്മൾ ഇംഗ്ലീഷിലെ പഠിക്കുന്നതാണ് അല്ലെ. റൈമിംഗ് വേർഡ്സ് അതിൽ എന്താ? നമ്മുടെ ലഗാത്തെ ബച്ചാത്തെ, സുനാത്തെ സുനാത്ത ദിക്കാത്ത. ഇതാണ് ഇതിലെ ദുഃഖാന്ത് ശബ്ദാവലി. ലഗാത്തെ, ഇവിടെ നമ്മളത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ലഗാത്തെ സാധാ ഇതിവിടെ നോക്കി എഴുതൂ, തായാണ്. ലഗാത്തെ ബച്ചാത്തെ. അടുത്തത് സുനാത്ത ദിക്കാത്ത. കണ്ടില്ലേ, ഇതാണ് ദുഃഖാന്ത ശബ്ദവാലി. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദുഃഖാന്ത ശബ്ദവാലി ഇതുപോലെ എഴുതാൻ ചോദിക്കാറുണ്ട് എക്സാമിന് എപ്പോഴും. അടുത്തത് സഹി മിലാൻ കരെ, കറക്റ്റ് ആയിട്ട് വരച്ച് യോജിപ്പിക്കുക. ഈ കവിത ഇത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ചാഞ്ച് പച്ചാത്ത, ആരാണ് ചാഞ്ച് പച്ചാത്ത? ചിങ്കൂർ അല്ലേ. അടുത്ത ഗീത് സുനാത്ത, ആരാണ് ഗീത് സുനാത്ത? പപ്പിയ. നാച്ച് ദിക്കാത്ത മോർ, ഡാൻസ് കളിക്കുന്നത് ആരാ? മോർ അല്ലേ. അടുത്തത് ഗതിവിധി 5. ഇതേത് പാഠം? ഹവ ഓർ ധൂൽ കവിത കി പന്തിയാം പടേ ഓർ പ്രശ്നോ കി ഉത്തർ ലിഖെ. ഈ വരികൾ വായിച്ചു നോക്കിയിട്ട് ചോദ്യത്തിന് ഉത്തരം എഴുതുക. ഓക്കെ. ധൂൽ ഗോച്തി ഹാംഗെ മീച്ചെ, धाये भाये आंखें पीछे, हवा चल रही सांसें गीचे, नीचे नीचे धूल के नीचे, लगा धूल को गूंज है घट पर, धूल दब से नीचे आई. कौन दब से नीचे आई? धूल അല്ലേ. ആശയം വാലി പന്തിയോ ചൂൻകൽ ലിഖെ. അതായത് ഈ ആശയം വരുന്ന വരികൾ എഴുതുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ആശയം വരുന്ന ഒന്നാമത്തെ നോക്കൂ, ധൂൽ ആങ്കെ ബദ്കർ
ആംഗെ പീछे और दाएं പായെ കോച്ച്തി രഹി. ഇത് ആശയം വരുന്ന വരികൾ ഏതാണ്? അതാണ് ഇവിടെ എഴുതേണ്ടത്. നമ്മൾ കവിതയിൽ നിന്ന് എടുത്ത് എഴുതുക. അടുത്ത രണ്ടാമത്തെ ഹവാ സാസെ ഗീഷ് കർ ദൂൽ കെ നീച്ചെ ചൽ രഹി തി. ഈ വരികൾ ആ ആശയം വരുന്ന വരികൾ എഴുതുക. അടുത്തത് ഗതിവിധി 6 ചിത്ര ദേഖെ ഓർ സൂചന കെ അനുസാർ ലിഖിയെ. ചിത്രം നോക്കുക. ഓക്കെ, ചിത്രം നോക്കിയിട്ട് ഇവിടെ നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ചിത്രം കെ അനുസാർ വാക്യക്കോ ക്രം സെ ലിഖിയെ. ചിത്രം നോക്കിയല്ലോ, ഇനി എന്ത് ചെയ്യുക? വാക്യങ്ങൾ കൃത്യമായിട്ട് ഓർഡറിൽ എഴുതുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഓർഡറിൽ എഴുതുക. അവിടെ ഫസ്റ്റ് എന്താണ്? ഒരു കുട്ടി ബോളും കൊണ്ട് നിൽക്കുകയാണല്ലേ. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് എന്താണ്? ഒന്നാമത്തെ എഴുതിക്കുന്നത് ചോഞ്ച് ബോൾ സെ ഫസ് ഗയി. വാ വാ കിത്തന മസാ. അടുത്തത് ഖുഷി और बोल गेल रही थी. അടുത്തത് ഭാഗോ दोस्तों ഭാഗോ एक विचित्र जीव. ലാസ്റ്റ് വൺ ഖുഷി ഉദാസ് ഹെ. അപ്പൊ ഏതാ ഫസ്റ്റ് വരിക? ആ കുട്ടി ബോളും കൊണ്ട് കളിക്കുകയാണ് അല്ലേ. അപ്പൊ എന്താ വരിക? ഖുഷി. ആ കുട്ടിന്റെ പേരാണ് ഖുഷി ഓർ ബോൾ. നമ്മളിവിടെ ബോൾ എന്ന് എഴുതിയത് ഇതാണ് കേട്ടോ, മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഇത് നോക്കി എഴുതുക കേട്ടോ. ബാൾ എന്നാണ്. ഖുഷി ഓർ ബാൾ ഗേൽ രഹീത്തി കേട്ടോ. രഹീത്തി എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ സെന്റൻസ് ഇത് നോക്കി എഴുതുക. നമ്മൾ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് വന്നിരിക്കുന്നത്. ഖുഷി ഓർ ബോൾ ഗേൽ രഹീത്തി. ഇതാണ് ഒന്നാമത്തെ. മനസ്സിലായല്ലോ? ഇതാണ് ഫസ്റ്റ് വൺ. ഇതാണ് ഒന്നാമത്തെ വരി, നമ്മൾ ഒന്നാമത്തെ എഴുതേണ്ടത്. രണ്ടാമത് വാ വാ കിത്തന മസ. ബോൾ എന്ത് ചെയ്തു? കുളത്തിൽ പെട്ടു അല്ലെ. അപ്പൊ എന്താ പറയുന്നത്? എന്താ ബോൾ ഭയങ്കര സന്തോഷമായിട്ട് കണ്ടോ? ചിത്രം നോക്കൂ, ബോൾ നല്ല ഹാപ്പി ആയി അല്ലെ. വെള്ളത്തിൽ വീണപ്പോ ഫസ്റ്റ് ഹാപ്പി ആയി. ദൂരേക്ക് പോയപ്പോഴാണ് ബോൾ പേടിച്ചു പോയത് അല്ലെ. അപ്പൊ ആദ്യം വെള്ളത്തിൽ വീണപ്പോ എന്താ സന്തോഷം കൊണ്ട് പറയണം വാ കിത്തന മസ. അടുത്തത് ദൂരേക്ക് പോയി. അപ്പൊ ബോൾ പോയപ്പോ എന്താണ്? ഖുഷിക്ക് സന്തോഷമായി ഉണ്ടാവോ? ഇല്ല അല്ലെ. ഖുഷി സങ്കടപ്പെട്ടിരിക്കുക. ചിത്രം നോക്കൂ, ആ കുട്ടി സങ്കടപ്പെട്ടിരിക്കില്ല. ഖുഷി ഉദാസ്. അടുത്തത് ചോഞ്ച് ബോൾ മേ ഫസ് ഗയി. ആരാണ് ചോഞ്ച് എന്ന് വെച്ചാ? അതായത് കൊക്ക് അല്ലെ. കൊക്ക് ബോളും കൊണ്ട് എന്ത് ചെയ്തു? ചോഞ്ച് ബാൽ മേ ഫസ് ഗയി. ബോൾ കൊത്തി, ബോൾ എടുത്തു. ലാസ്റ്റ് വൺ ആ ബോൾ കൊണ്ട് കുളത്തിൽ പോയിരിക്കുമ്പോ അവിടുത്തെ ജീവികളോട് പറയാണ് അല്ലെ. ബാങ്കോ ആര് പറയണ? മറ്റു പക്ഷികൾ പറയണ, മറ്റു ജീവികൾ പറയണം ഓടിക്കോ ദോസ്തോ എന്നാണ് കേട്ടോ. ഓടിക്കോ ബാങ്കോ വിചിത്ര ജീവ്. ബോളും കൊണ്ട് വന്നിരിക്കുന്ന കൊക്കിനെ കണ്ടിട്ട് പറയണല്ലേ വിചിത്ര ജീവ്. അപ്പൊ കണ്ടില്ലേ, ഇവിടെ നോക്കി സ്റ്റോറി, ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് ശരിയായിട്ട് ഓർഡറിൽ എന്ത് ചെയ്യുക? ഈ സെന്റൻസുകൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കണം. എല്ലാവരും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ പോകുന്ന എക്സാം നന്നായി വൃത്തിയായിട്ട് തന്നെ എഴുതുക. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇനിയും കാണാത്ത നമ്മൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അപ് ടു ഡേറ്റ് ആയി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും നന്നായി തന്നെ എക്സാം എഴുതുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.